ഓരോന്ന് വരുത്തി വെക്കും അവസാനം. ഹലോ ഹലോ. എവിടെ തീരെ കാണാൻ കിട്ടില്ലല്ലോ. ചെറിയ പണിയൊക്കെ ഞാൻ തന്നെ എടുക്കണം. അടിച്ചോരണം, തുടക്കണം, പാത്രം മോറണം. പോയി അത് എനിക്ക് ആ ഒരു വാശിപ്പുറത്തെ ഞങ്ങള് തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായതാ. ഞാൻ വാശിപ്പുറത്ത് ഓളോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഓള് കേൾക്കാനോ ഇല്ലാതെ ഇറങ്ങി. എന്താ ചെയ്യാ? ഒരു സ്റ്റെപ്പോ? ഇപ്പൊ ഇറങ്ങിക്കോ. ഒരു മിനിറ്റ്. ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങാനല്ലേ പറഞ്ഞത്. എന്റെ മനസ്സിന്ന് ഒരു സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങിക്കാനേ പറഞ്ഞത്. കുഞ്ഞോളെയും കുട്ടികളെയും വിളിച്ചോണ്ടിരാൻ നോക്കേ. ഇനിയിപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ തോൽക്കൂലേ? എന്നിട്ട് പിന്നെ തോൽക്കുന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ അവിടെ പാത്രം മോറിയിട്ടേ അവിടെ അടിച്ചോരി കണ്ട് അവിടെ നോക്കി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ വെച്ചാ അടിച്ചോക്കാം. ഇപ്പൊ അത് പണിയെടുത്ത് മരിക്കേണ്ടി വരും. ഹലോ ഹലോ ഹലോ. കുഞ്ഞോളല്ലേ? ഞാൻ പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ അടിച്ചോരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാം. അപ്പൊ അങ്ങനെ വെറുതെ വിളിച്ചതാ. പിന്നെ ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചെന്തേ? എന്താ കൂട്ടാ? അല്ല ഞാന് വെറുതെ ഇവിടെ ഒന്നിപ്പോ ഞാൻ കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്നും. അപ്പൊ വെറുതെ അല്ല അപ്പൊ അങ്ങനെ വെറുതെ ചോദിച്ചതാണ്. അതല്ല കുഞ്ഞോളെ, എന്താ പിന്നെ ഉമ്മാന്റെ വർത്താനം എന്താ? സുഖാണ്. ഞാന് പിന്നെ ചിലപ്പോ നാളെ വൈകുന്നേരത്തെ അതിനെങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അല്ല കുഞ്ഞോളെ, ഞാൻ അപ്പത്തെ ഒരു വാശിയിൽ ഞാൻ അറിയാതെ പറഞ്ഞതല്ലേ. ഞങ്ങളോടില്ലേ, ഞങ്ങളെ അമ്മയോട് കേൾക്കുന്നു. ഇപ്പൊ ഇവിടെ എല്ലാരും ഉണ്ട്. തിരക്കിലാണ്. ഞാൻ ഫോണെടുക്കണം. അമ്മായിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ വാശി പിടിച്ച് നിന്നാലേ ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ നമ്മളെ അടിച്ചോരി തുറക്കേണ്ടി വരും. കുട്ടികളൊക്കെ പാവങ്ങളാണേ. നിർത്താവണേന്റെ മുന്നേ പോയി കൊണ്ടുവരാം.